ഓ, അപ്പൊ ഷേണായി ആളെ കൂട്ടിയാണ് വന്നിരിക്കുന്നതല്ലേ? അങ്ങനെ ആക്കണ്ടെന്ന് ഒരു ബൈക്ക് കീയുമ്പോ ഇവരെല്ലാം സ്ഥിരമായിട്ട് വണ്ടിമെടുത്ത് വെക്കുന്നേ. നമുക്ക് കാര്യം പറയാം. എന്ത് കാര്യം? ഓ ബറാബർ കാര്യം എന്താണെന്ന് അറിയില്ലെന്ന് നൊടിഞ്ഞ നിലക്ക് കഥയെല്ലാം ഞാൻ പറഞ്ഞു തുടങ്ങാം. നമ്മ തമ്മിലുള്ള കൂട്ടുകച്ചവടം ഒഴിഞ്ഞ ദിവസം ഓർമ്മണ്ട? ആരെങ്കിലും കടയിൽ വന്ന് 1 കിലോ അരിക്കെന്താ വില എന്ന് ചോദിച്ചാൽ പൈസ പറയാൻ എനിക്ക് പേടിയാ. സാധനത്തിൻ്റെ എല്ലാം വില അങ്ങ് കയറി ഏടിയെത്തി. മുമ്പെല്ലാം ഒരു 3000-4000 ഉറുപ്പ്യം കൊണ്ട് ടൗണിൽ പോയാൽ കടയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് വരാം. ഇപ്പം ആണെങ്കിൽ അതൊന്നും കൊണ്ട് ഒന്നും ആവൂല. ആ ഇടത്തെ മൂരിക്കൊരു ഇടച്ചിലുണ്ടോ? ഇല്ലോളി എന്താടാ ഈ അനി അയക്ക്. എന്നിട്ടാ നോകം നിന്റെ അനിയൻ ഈ കള്ള നായുണ്ടല്ലോ ഓന്റെ ചുമല് വെച്ച് കെട്ട്. പറഞ്ഞതനുസരിക്കുന്നു. അനക്ക് വിളമ്പ് വെച്ച് എനിക്ക് തിന്നു. മറ്റുള്ളവരുടെ കൈയിട്ട് വരാൻ വന്ന ചക്കര ആ കൈ ഞാൻ വെട്ടും, ഉറപ്പാ. വെട്ടിയാ മുറിയാണ്ടിരിക്കാൻ ഉരുക്കൊന്നുമല്ല എന്റെ കൈ. 4 ഫുൾ ടിക്കറ്റിന് വേണ്ടിട്ട് റോട്ടുമലിട്ട് ഓട്ടിക്കും, ചവിട്ടി തള്ളിട്ട് നെറ്റി പൊട്ടിക്കുകയും ചെയ്യണ ഈ മക്കളില്ലേ, ഇതൊക്കെ ആരാന്ന് എന്റെ വിചാരം? കണക്കൊന്നും ഇനി വലിയ വളർച്ചയിലൂടെ കൈ. ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ, ചക്കർ, അങ്ങനെ 3-4 കഴിഞ്ഞ നമ്മളെ കഥ. ആദ്യം എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അതൊന്നും സൂത്രത്തിലുണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ. അതാ കഴിവ്. ഇപ്പൊ നീ വക്കീലായിട്ട് എന്നോട് വാദിക്കണുണ്ടല്ലോ, അതിനുള്ള കഴിവുണ്ടാക്കിയത് ഇന്റെ വേറെ. അപ്പൊ ഇക്കണ്ട കാലം കേരളത്തില് സത്യക്രിസ്ത്യാനികള് മലയാളത്തില് വേദപുസ്തകം വായിച്ചതും പ്രാർത്ഥിച്ചതും ഒക്കെ വേസ്റ്റ് ആയില്ലേ? നമുക്ക് നമ്മുടെ ആളുകൾക്കും ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് ചുരുക്കം. ഇത് വലിയ ചതിയായി പോയിട്ടാ. എനിക്ക് ഈ ഡൗട്ട് നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ സൺഡേ ക്ലാസ്സിൽ അച്ഛനോട് ചോദിച്ചതാ, അച്ഛാ യേശുക്രിസ്തു എന്നൊരു പേര് ജീസസ് ക്രൈസ്റ്റിനുള്ള കാര്യം ആൾക്ക് അറിയുമെന്നു. മണല് കൂട്ടി തുടമ്പല തൊലി 1 ഉറുപ്പ്യ വട്ടത്തിൽ പിച്ച എടുത്തു കിടി. അത് വളരെ സിമ്പിൾ അല്ലേ? റിപ്പയർ പോവാം. എഴുതേ ശരിയാണ്. എന്നാ പിന്നെ നിനക്കങ്ങോട്ട് വായിച്ചൂടെ? എനിക്കറിയാമെങ്കിൽ പിന്നെ നിന്നാട് പറയാം. എങ്ങനെ കഴിഞ്ഞുകൂടുമെന്ന് ഓർക്കാനാണ് ഞാൻ. അവളെയൊക്കെ ഞാൻ എന്നേ മറന്നു. ഇങ്ങനെ ഒരു പെണ്ണിനെ പോറ്റാനുള്ള കഴിവൊക്കെ എനിക്കുണ്ടാവുക. ഉറങ്ങുവാന്നോ? ഉറങ്ങുമായിരുന്നേ ഉറങ്ങിക്കോ, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. എന്നാ മുടിഞ്ഞ ചൂടാ. തോപ്രാങ്കുടി എന്ന് വെളുപ്പിനെ കാല് കൊടുത്തതാ മോർണിംഗ് സ്റ്റാറിന്. നല്ല വെളുപ്പീരായിരുന്നു. 7 മണിയായപ്പോ മൂവാറ്റുപുഴ സ്റ്റാൻഡ് പിടിച്ചു. അറിയട്ടെ എന്നാ മാപ്പിളെ, ഒരു പുതിയ മിശിഹാ ചരിത്രം കിട്ടാൻ വല്ല അറിയുണ്ടോ? അല്ല, പടത്തിന്റെ കാര്യം പറഞ്ഞുള്ളതാണോ? എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. ചേട്ടത്തെ ചില മീന ലാഭത്തിന് കിട്ടിയപ്പോ മേടിച്ചതാ. ഇവര് ഈ കിഴക്കമ്പലെ ഉണക്കമീനൊക്കെ തന്ന് കിടക്കുമല്ലയോ, പുളിയിട്ട് വെച്ചാട്ടെ. ചെറുക്കൻ എന്തേ? നമ്മുടെ മോളിക്കുട്ടിയുടെ ചെറുക്കൻ. ഇവരൊക്കെ ചെറുക്കന്റെ ഞാൻ അപ്പൻ, ഇത് അമ്മാവൻ. എന്നറിയാമല്ലോ, കേട്ടാണല്ലോ. കോട്ടയം കുഞ്ഞച്ചൻ ഇവിടെ വാടകയ്ക്ക് താമസിക്കുക. എവിടെ നമ്മുടെ മോളിക്കുട്ടിയുടെ ചെറുക്കൻ? മക്കൾ അനുഭവിക്കേണ്ട അപ്പന്റെ സമ്പാദ്യമൊന്നും ഈ വലിഞ്ഞേറി വന്ന് വളർത്തുവന് വേണ്ട ഏട്ടാ. അന്നും എന്നും ഞാൻ അത് ആഗ്രഹിച്ചിട്ടില്ല. സമ്പാദ്യം പോട്ട് ഇല്ലോള സ്നേഹം പെറ്റമ്മേരെടുത്തും ചോദിച്ചു വാങ്ങിക്കാൻ പറ്റാതെ പോയതിനോട് ഞാൻ കുന്നോളം ഉണ്ട് കേട്ടാ ഉള്ളില് സങ്കടങ്ങള്. നിനക്കും വേണ്ടിട്ട് മാറ്റിവെച്ചാണ് ഞാൻ ഇടത്തേണിന്റെ കാഴ്ചകൾ. ഇതിന് പകരമായിട്ട് 10,000 കണ്ണും മാറ്റിവെക്കാനുള്ള സ്ഥിതിയുണ്ട് ഇപ്പൊ. എന്നിട്ട് ഇത് ഇങ്ങനെ തന്നെ കൊണ്ടു നടക്കണത് മരണം വരെ എനിക്ക് എന്റെ അനിയനെ ഓർമ്മിക്കാൻ വേണ്ടിയാണ്. അവിടെ നില്ലട കാട്ടുപുളി. ഞാൻ വന്നത് നിന്നെ പൂട്ടാനാ. മള്ളയ വീട് മേടിച്ചത് തെറിച്ചു തരാനല്ല, താമസിക്കാനാ. ഞാൻ അവിടെ താമസിക്കും. വേണ്ടി വന്നാൽ എന്റെ വീട്ടിൽ കയറി ഇവിടെ താമസിക്കും. നീ അവിടെ പൂട്ടി, ഞാൻ ഇവിടെ പൂട്ടി. ഇനി എന്നോട് കളിക്ക വന്നാ നിന്നെ വെട്ടി പീസാക്കും. ನಿನ್ಗೆ ನನ್ ಬಗ್ಗೆ ಗೊತ್ತಿಲ್ಲ ಗಜ್ಜಿ ನಾಯಿನ್ ಮಗನೆ, ಗೊತ್ತಿಲ್ವಾ ഗജ്ജി നായിൻ മകനെ? നീ വയറ് നിറച്ചുകൂടിയടാ. അച്ചൂനിപ്പ എന്നും ഓണമാണല്ല, തിരുവോണം. കടലമ്മ കൈ നിറച്ചു തന്നുണ്ട്. കായ് കെട്ടിപ്പൊതിഞ്ഞു വെച്ചിട്ട് എന്തിനാണ്? ചത്തുപോകുമ്പോ കൊണ്ടുപോകാനാ. കുഴി വെട്ടാൻ വരെ കാശ് വേണ്ട, അതും കടലമ്മ കൊണ്ടുപോയിക്കോളുമല്ല. മനസ്സിലായ?